അയ്യോ സൈസില്ല സാധനം കേട്ടോ, കുഴപ്പമില്ല. സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടയിടാൻ തുടങ്ങാം. ചെറിയ ചെറിയ മീനെല്ലാം കാണുന്നുണ്ട്, വലുതുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് കരിമീൻ. അതേമാതിരി നമ്മൾക്ക് ചൂണ്ട കെട്ടാം. എത്ര ചെറിയ ചൂണ്ടയും ഈസി ആയിട്ട് കെട്ടാൻ പറ്റുന്നൊരു മെത്തഡാണ് ഈ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എത്ര ചെറിയ ചൂണ്ടയും നമ്മൾക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം. നല്ല സ്ട്രോങ്ങുള്ളൊരു കെട്ടാണിത്. ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്തായാലും അഴിഞ്ഞു പോകുമെന്ന് പേടിക്കാനില്ല, അത്രയും നല്ലൊരു കെട്ടാണിത്. കെട്ടാനും വളരെ ഈസിയാണ്. ഇതിൻ്റെ അറ്റത്ത് ബാക്കി വരുന്ന കണ്ണി എന്തായാലും മുറിച്ച് കളയണം. മീൻ എടുക്കുന്നുണ്ട് കടിച്ചു കുടഞ്ഞോണ്ടിരിക്കുക. എടുത്തു വലിച്ചു നോക്കാം. കിട്ടി. അയ്യോ പോയി. അത് ശരിക്കും ഹുക്കായിട്ടാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അടിച്ചടിച്ച് അടിപൊളി. അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും അടിച്ചത്. ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കാറുണ്ട് അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കിട്ടി. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി കരിമീൻ. നല്ല അടിപൊളി കളറാണ് ഇതിന്. താഴെ പോയി. ഞാൻ വിചാരിച്ചു പുഴയിലേക്ക് തന്നെ പോയിന്ന്. കുഴപ്പമില്ല, എന്തായാലും കിട്ടി. കവറിലേക്ക് മാറ്റാം. അവിടുന്ന് സ്പോട്ടൊന്ന് ഞാൻ ചെറുതായിട്ട് മാറ്റി. ഇവിടെ ഇട്ട് നോക്കാം. തൊടുന്നുണ്ട്, വലിക്കുന്നുണ്ട്. അയ്യോ, വലിച്ചിട്ട് കല്ലിൻ്റെ അടുത്ത് കൂടി. കരിമീനോ അല്ല വേറെന്തോന്നറിയില്ല. അത് കല്ലിൻ്റെ അടുത്ത് കൂടി. ഞാൻ എന്തായാലും അവിടുന്ന് സ്പോട്ട് മാറ്റുകയാണ്. ആ സ്ഥലം ഞാൻ വീണ്ടും മാറ്റി. ഞാൻ വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു മാവിൻ്റെ അടിവശമാണ്. ഇവിടുന്ന് കരിമീൻ പിടിക്കുന്ന വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കരിമീൻ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ മാവിൻ്റെ അടി സ്ഥലം. തൊടുന്നുണ്ട്. അടിച്ച് കുഴപ്പമില്ല. ഈ മാവിൻ്റെ അടിയായതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മുകളിലെല്ലാം കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീനാണ്. ഈ മാവിൻ്റെ അപ്പുറത്ത് വേറെയും ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്. അടുത്തത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. തീറ്റ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്കൊന്നും കൂടി ഇട്ട് നോക്കാം. അയ്യോ, അടിച്ചു, മിസ്സായി.
ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഹുക്കപ്പ് എടുത്ത് വലിക്കാൻ പറ്റില്ല ഇവിടെ. മൂന്നാളുണ്ടായി. മീനല്ലേ ഇലയല്ലേ? അല്ല അല്ലേ അതല്ലേ അത് ഇലയല്ലേ? ഇലാന്ന് തോന്നുള്ളൂ. ഒരു 10 കിട്ടി ഒരു ഫ്രീ ആയി. 10 വേണ്ട, നല്ല കിട്ടിയാൽ ഒരു 3-4 മതി. ചെറുമാതിരി 10 കിട്ടണം. ആ മാവിൻ്റെ പുറത്ത് വേറെ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചു. അയ്യോ, സൈസില്ല സാധനം കേട്ടോ, കുഴപ്പമില്ല. അടിപൊളി കിട്ടണം. മൈദ മാത്രം മിക്സ് ചെയ്താ? മൈദ മൈദയും എസൻസും ഉണ്ട്. ഈ എസൻസ് എത്ര മിക്സ് ആക്കണ്ടേ? ഞാനങ്ങനെയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ മിക്സ് ആക്കല് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം. ഇങ്ങനെ കൊത്തുന്നു. ചെറുതാണോ? ചെറുതാണോ തോന്നുന്നു. വലുതാണ് എടുത്തിട്ട് ഒറ്റ പോക്ക് കൂടി എടുത്ത്. നിങ്ങൾക്ക് കിട്ടി മീൻ എടുത്തു. നിങ്ങൾക്ക് കിട്ടി മീൻ കാണിച്ച്. അവർക്ക് നല്ല 2 മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു വറ്റിയും നല്ലൊരു ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്. ഏത് ഇതിനേക്കാളും വലുത്? ആ, മാവിൻ്റെ അടുത്ത് അതിൻ്റെ അപ്പുറത്തുനിന്ന്. ഇവിടെ ഒരുപാട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചേട്ടൻ കഴിച്ചുകൊണ്ടിടുകയാണ്. അവർക്ക് കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അവർ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് മത്തി ആണ്. അയ്യോ, കുഴപ്പമില്ല കേട്ടോ, നല്ല സൈസ്. ഇത് കണക്കത്ത് കിട്ടണം. ഇത് കണക്കത്ത് അത്രയൊന്നും വേണ്ട, ഒരു 4-5 ജനം മതി. കിട്ടി. കുറേ സമയത്തിന് ശേഷം നല്ലൊരു കരിമീൻ കിട്ടി. നല്ല അടിപൊളി കരിമീൻ, നല്ല വലിപ്പമുണ്ട്, നല്ല കളറ്, നല്ല മഞ്ഞ കളറ്. നേരത്തെ കണ്ട ചേട്ടൻ മീൻപിടുത്തമൊക്കെ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. കിട്ടി. സമയം ഒരുപാട് വൈകി, നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. രാത്രിയായാൽ കരിമീൻ അടിക്കുവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട്
ഇന്നത്തെ മീൻപിടുത്തം മതിയാക്കി. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇനി ഇതൊക്കെ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കുറച്ച് മീൻ വേറെ ആൾക്കാർക്ക് കൊടുത്തു, ബാക്കി കുറച്ചെണ്ണം ഞാൻ എടുത്തു. അങ്ങനെ വീട്ടിലെത്തി. അമ്മ നല്ല വാങ്ങൽ മീൻ പൊരിച്ചു തന്നു. മീനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഉഷാറാക്കി. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.